കന്യാകുമാരിയിൽ നിന്നും കോട്ടയം, പാലക്കാട് വഴി ജമ്മുതാവി ശ്രീ മാതാ വൈഷ്ണവ് ദേവി കക്ഷ വരെ പോകുന്ന ഹിംസാഗർ എക്സ്പ്രസ് 16:35 തിരുവനന്തപുരം സെൻട്രൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. ഡാഡി എന്തിനാണെന്നുള്ള അറിഞ്ഞൂടെ കാണിച്ചു. ഡാഡി മേലുള്ളവർക്ക് ലൈറ്റ് ഉണ്ട്, മേലുള്ളവർക്ക് ലൈറ്റ് ഉണ്ട്. ബെഡ്ഷീറ്റ് കിട്ടും. അങ്ങനെയാണ് ഇതെന്തിനാണ് അത് സാധനങ്ങൾ വെക്കാനുള്ള ഇത് ബെഡ്ഷീറ്റ്. ഇതാണ് ബെഡ്ഷീറ്റ്. ഓരോ തലോണ ഷീറ്റ് വിരിക്കാനുള്ള ഷീറ്റും പുതയ്ക്കാനുള്ള ഷീറ്റ് അല്ല. മൊത്തം 6 നിലയാണ് വേണ്ടി. 6 നിലയാണ്. 6 നില കൊണ്ടുതരും. ഇല്ലെങ്കിൽ കൊണ്ടുതരും. ഇതാണ് കംപ്ലീറ്റ്. അത് വിരിക്കാനുള്ള ഷീറ്റ്. എൻ്റെ പേര് ശിവനാണ്. എൻ്റെ ഫസ്റ്റ് ബ്ലോഗ്. ഞാൻ ഇന്ന് യാത്ര പോവുകയാണ്. കാശ്മീരിലോട്ടാണ് പോകുന്നത്. ഈ യാത്രയെ പറ്റി ചെറിയ പറയാം. ഇത് 3 ദിവസത്തെ യാത്രയാണ്. 3 ദിവസത്തെ യാത്രയാണ്. ഞാൻ പോകുന്ന ട്രെയിനിൻ്റെ പേര് ഹിംസാഗർ എക്സ്പ്രസ് എന്നാണ് പേര്. ഇത് കന്യാകുമാരിയിൽ നിന്നാണ് എടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കന്യാകുമാരിയിൽ നിന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് കയറിയത്. എൻ്റെ ഹോം ടൗൺ ട്രിവാൻഡ്രം. 4:15 വരേണ്ടത് ട്രെയിൻ. ഇന്ന് വന്നപ്പോൾ 4:45 ഇപ്പോൾ അത് ഇന്നും നല്ല മഴയുണ്ട്. പിന്നെ കാശ്മീരിൽ ക്ലൈമറ്റ് സമ്മറാണ്. 18 ഡിഗ്രി സെൽഷ്യസ് കൊണ്ടെന്നാണ് അറിയുന്നത്. ഈ സമയം പോകാൻ കാരണം മഞ്ഞ് കാണാനില്ല, പച്ചപ്പ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. കാശ്മീരിൻ്റെ പച്ചപ്പ് ഈ സമയം നമ്മൾ കാണാവുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തോട്ടങ്ങൾ. കുറേ വേറൊരു മുഖമാണ് കാശ്മീർ. വേറെ എല്ലാവരും കണ്ടുള്ള മഞ്ഞുള്ള കാശ്മീർ, പച്ചപ്പുള്ള കാശ്മീർ കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോകുന്ന ട്രിപ്പാണ്. അടുത്തേക്ക് കാണാൻ പോകുന്ന ആഗ്രഹിക്കുന്നത്. ഞാൻ എക്കണോമിക് ക്ലാസ്സാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് 2630 രൂപ ടിക്കറ്റ് റേറ്റ്. ഇപ്പം എൻ്റെ കമ്പാർട്ടും ഞാൻ മാത്രമേ വേറെ ആയിട്ടില്ല. അത് വന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ചിലർക്ക് എത്തുമ്പോൾ വരുമായിരിക്കും. ഇന്ന് ട്രെയിൻ ലേറ്റാണ്. 4:45. ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് ശ്രീ വൈഷ്ണവ് ദേവി കട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് ലാസ്റ്റ് സ്റ്റേഷൻ. ഞാൻ അവിടെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ശ്രീനഗറിലോട്ട് പോകണം. അത് ബാനിഹൽ എന്ന് പറഞ്ഞ സ്ഥലം പോയിട്ട് ബാനിഹൽ നിന്ന് ശ്രീനഗറിലോട്ട് ട്രെയിനുണ്ട്. ട്രെയിനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ട്രെയിൻ കിട്ടിയാൽ കൊള്ളാം. ഇതിപ്പോൾ എൻ്റെ യാത്രയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ശ്രീനഗർ ഇങ്ങനെ എത്തിപ്പെട്ടാൽ മാത്രമേ കാര്യമുള്ളൂ. ശ്രീനഗറിൽ നിന്നാണ് എൻ്റെ ട്രാവൽ പാക്കേജ് സ്റ്റാർട്ട് ആകുന്നത്. എൻ്റെ ട്രാവൽ പാക്കേജ് വന്നിട്ട് ട്രാവൽ ട്രയാങ്കിൾ വഴിയാണ്. ട്രാവൽ ട്രയാങ്കിളിന് പോയിട്ട് സൈറ്റുണ്ട്, ലിങ്ക് കൊടുത്തേക്കാം. അതുവഴിയാണ് ബുക്ക് ചെയ്തത്. എനിക്ക് 24,500 തിങ്കളാഴ്ച തൊട്ട് തിങ്കളാഴ്ച രാത്രി എത്തില്ലായിരുന്നു. എനിക്ക് രാത്രിയാവുമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു കണക്ക് രാത്രിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ രാത്രിയായിട്ട് താമസം തൊട്ട് അവർ കൂട്ടും. പിന്നെ ചൊവ്വ വ്യാഴം വരെ മൊത്തം കറങ്ങും. വെള്ളിയാഴ്ച രാവിലെ ബസ് സ്റ്റോപ്പിലാകും. വെള്ളിയാഴ്ച എനിക്ക് അവിടെ നിന്ന് ഡൽഹിയിലോട്ട് പോകണം. ഡൽഹിയിൽ നിന്നാണ് എൻ്റെ ട്രെയിനുള്ളത്. ന്യൂ ഡൽഹിയിൽ നിന്ന് ശനിയാഴ്ച രാത്രി 8 മണിക്കാണ് ട്രെയിൻ.
കേരള എക്സ്പ്രസ്സാണ് ബുക്ക് ചെയ്തത്. 7 എക്കണോമിക്സ് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ മാക്സിമം യാത്ര ചെയ്യുമ്പോൾ AC ട്രെയിൻ AC ബുക്ക് ചെയ്യാൻ കുറച്ച് സേഫായിരിക്കും. അനാവശ്യമായിട്ട് ആളുകൾ കയറത്തില്ല, കുറച്ച് പ്രൈവസി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 ദിവസം ഞാൻ ഇങ്ങനെ കഴിച്ചു കൂട്ടും എന്നായിരിക്കും പലരുടെയും വിചാരം. ഒരുപാട് പൈസ ചിലവാക്കാനൊന്നും ഞാൻ ഒരുങ്ങുന്നില്ല. ഞാൻ ഇപ്പോൾ 3 ദിവസത്തേക്ക് ചപ്പാത്തി, പഴവും ആപ്പിളും മാറ്റി വെച്ചത്, ഏത്തപ്പഴം ആപ്പിൾ. ഇത് 3 ദിവസം കഴിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ബ്രൂവിൻ്റെ കോഫി പൗഡർ വാങ്ങി വെച്ചിട്ടുണ്ട്, പൊടിയാണ്. അതും പിന്നെ ചൂടുവെള്ളം ഫ്ലാസ്കിലുണ്ട് ഓഫ് ചെയ്യാൻ. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പൈസ ചില ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടാണ് പോകാൻ താല്പര്യം. വരുന്ന ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങൾ പോകുന്നത്. കായംകുളം ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ ട്രെയിൻ എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യില്ല. പിന്നെ അങ്ങനെ പറയാനുള്ള കാര്യം, നമ്മൾ ജമ്മു തവിയിൽ ജമ്മുവിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സിമ്മ് വേണമെന്ന് ആളുകൾ വരും. കാര്യം എൻ്റെ ട്രാവൽ ഏജൻറ്റ് പറഞ്ഞ കേസുമാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ പോസ്റ്റ് പെയ്ഡ് സിമ്മ് മാത്രം വർക്കാവുന്നു, എയർടെലിൻ്റെയും ജിയോയുടെയും. അപ്പോൾ നമ്മൾ നമുക്ക് അവിടെ പോയി സിം എടുക്കാം. 300 രൂപ സിം റേറ്റ്, സെയിം റേറ്റ് നമുക്ക് ഇവിടെയും കിട്ടും. ഞാൻ ഇവിടെ തന്നെ സിമ്മ് വാങ്ങിച്ചിട്ടാണ് ശരിക്കും അതാണ് പറ്റും. നമ്മുടെ വീട്ടിൽ അതോടെ ആയിരിക്കും എയർടെൽ ഷോറൂമിൽ പോയിട്ട് സിമ്മ് വാങ്ങിച്ചുകൊണ്ട് വരണം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് എടുത്ത് കഴിക്കും. പിന്നെ ബോറടിക്കില്ലെന്ന് ചോദിക്കും. കാലത്തേക്ക് ഇപ്പം ബോറടിക്കാതിരിക്കും ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, റാം കേരള ഫാനതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇവിടെ നെറ്റ് കണക്ഷൻ കുറച്ച് പാടാണ്, ഇടയ്ക്കിടെ കട്ടാകും. വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കട്ടായൊക്കെയാണ് പോകുന്നത്. എത്ര 5G എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ട്രെയിനിൻ്റെ അകത്ത് കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് യൂട്യൂബ് ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വലിയ പാടായിരിക്കും. ഇനിയിപ്പോൾ രാത്രി വലിയ കാഴ്ചയൊന്നുമില്ല, നല്ല ഇരുന്ന് തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത ചെങ്ങന്നൂർ ഇരുന്നാണ് ഞാൻ അടുത്ത എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ആൾ വരുന്നത്. ചെങ്ങന്നൂർ ഇരുന്നാണ് കയറണമെന്ന് പറഞ്ഞത്. അതുവരെ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം കിടക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാണാം, നാളെ രാവിലെ തുടങ്ങാം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. രാവിലെ ഐസ് നോക്കിയപ്പോൾ തമിഴ്നാടെത്തി. ഇനി അടുത്തത് കുറച്ച് നേരം തമിഴ്നാട്ടിലോട്ടായിരിക്കും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നല്ല നല്ല കാഴ്ചകളാണ് കാണുന്നത്. മലകളും നല്ല പച്ചപ്പും നിറഞ്ഞ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് രാവിലെ. നമ്മളിപ്പോൾ നിൽക്കണത് കാട്ട്പാടി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ലാസ്റ്റ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അടുത്തത് ആന്ധ്രയിലോട്ട് പോവുകയാണ്.
ഹായ് ഗൈസ്, നമ്മളിപ്പോൾ തിരുപ്പതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. ഇവിടെയാണ് ഈ തിരുപ്പതി പോകുന്ന ആളുകളൊക്കെ ഇറങ്ങുന്നത് ഇവിടെയാണ്. ഉള്ളത് വിജയവാഡ സ്റ്റേഷനിലാണ്, ആന്ധ്രാപ്രദേശ്. 10 മിനിറ്റ് കണ്ടു. അത്യാവശ്യം സാധനമാണ്. മൊത്തം ആന്ധ്രയിലാണ് യാത്ര. മഹാരാഷ്ട്രയിലേക്ക് ട്രെയിനാണ്. മൊത്തം മഹാരാഷ്ട്രയിലേക്ക്. നാളെ മഹാരാഷ്ട്ര ഒരു 9:30 ആകുമ്പോഴത്തേക്കും ഭോപ്പാലെത്തും. വേറെ കാഴ്ചകളൊന്നും കാണാനില്ല. മഹാരാഷ്ട്രയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭോപ്പാൽ മുമ്പോടിക്ക് ഭോപ്പാൽ റേഞ്ചില്ല. നാഗ്പൂർ ജംഗ്ഷൻ, നാഗ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ റേഞ്ചൊന്നുമില്ല. പോകുന്നുണ്ടോ കാട് വഴിക്കാണ് പോകുന്നത്. എന്താ കാഴ്ച മധ്യപ്രദേശിലോട്ട് പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഈ ടണൽസ്, ട്രെയിൻ പോകുന്ന ഇഷ്ടംപോലെ ടണൽസുണ്ട്. ഒരുപാട് ടണൽസ് വഴിയാണ് ഈ പോകുന്നത്. പിന്നെ ഒരുപാടടുത്ത് പുതിയ പുതിയ പാളങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതൊന്നും കാണാൻ പറ്റും. കാട്ടിലൂടെയാണ് മിക്ക യാത്രയും. റേഞ്ചൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പലയിടത്തും റേഞ്ചില്ലായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഇവിടെ നോക്കിയാലും പച്ചപ്പും കാടുമാണ് ഈ പോണ വഴിയിൽ.
വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചപ്പാത്തി തിന്നണ്ടെന്ന് വിചാരിച്ചു. 2 ദിവസം അതാണ് കഴിച്ചത്. ഇനി അത് ചീത്തയായി പോയി എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ട്രെയിനിൽ നിന്ന് തന്നെ ആലു പൊറോട്ടയും പിന്നെ കടലക്കറിയും വാങ്ങിച്ചു. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഭോപ്പാൽ. നേരത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി അവർ ഭോപ്പാൽ 11 നല്ലൊരു കൂട്ടം നല്ലൊരു ഫാമിലി ആയിരുന്നു. ക്ഷമിച്ചാട്ടന് ചേച്ചി വന്നിട്ട് ഫുഡ് കഴിച്ച് വന്നിട്ട് കത്തിയൊക്കെ കിട്ടും. നല്ല വൈബായിരുന്നു. എല്ലാവരും നല്ല വൈബായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത സ്റ്റേഷൻ ഝാൻസിയാണ്. ഝാൻസി ഉത്തർപ്രദേശ്. മധ്യപ്രദേശ് ഇപ്പോൾ കഴിയാറായി. ഇപ്പം ഝാൻസി വരെ ഇനിയിപ്പം വണ്ടി പോകും. ആ ഫുഡ് കഴിക്കണുള്ളൂ. പുറത്തുനിന്നുള്ള ഫുഡ് വാങ്ങിച്ചത് അതേ പൊറോട്ടയും സബ്ജിയും വാങ്ങിച്ചു. ഒരു മിക്സഡ് പിക്കിളും കൊടുക്കും. കൊള്ളാം, നല്ല വ്യത്യാസമുണ്ട്. ബൈ. ഇപ്പോൾ നമ്മൾ UP-യിലാണ്. ഝാൻസി റെയിൽവേ സ്റ്റേഷനാണിത്. നല്ല ചൂടാണ്. നല്ല ട്രെയിനിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ട്രെയിനിൽ കറണ്ടില്ല. ചാർജ് AC വർക്കാവുന്നില്ല. കുറച്ച് നേരം വർക്കാവുന്നില്ലായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് AC വന്നത്. നല്ല ചൂടായിരുന്നു.
നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ആഗ്ര റെയിൽവേ സ്റ്റേഷൻ. പ്രശസ്തമായ താജ്മഹൽ കാണാൻ വരുന്നവർക്ക് ഇവിടെയാണ് ഇറങ്ങുന്നത്.
ഇതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. പ്രശസ്തമായ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണിത്. രാത്രി 10-11 മണിയായി ഇപ്പം തന്നെ. ഇനി വേറെ കാഴ്ചകളൊന്നുമില്ല. ഇനി ഉറങ്ങാൻ പോവുകയാണ്. ഇനി രാവിലെ എഴുന്നേൽക്കണം. രാവിലെ ഇനി പഞ്ചാബൊക്കെ രാവിലെയാണ് ട്രെയിൻ നിൽക്കുന്നത് പഞ്ചാബിലോട്ടൊക്കെ. ഹായ് ഗൈസ്, ഇപ്പം 4:30 നമ്മൾ ജലന്ധർ നിൽക്കുകയാണ്. ജലന്ധർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നേരെ ഞാൻ ജമ്മു താവിയിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഞാൻ കട്ര വരെ പോകുന്നില്ല. ജമ്മു താവിയിൽ ഇറങ്ങിയാൽ ഒരു ബസ് സ്റ്റാൻഡുണ്ട്, അവിടെ നിന്ന് ബസ് കിട്ടും നടന്നു. ഇനിയിപ്പം 8:10 ആകുമ്പം ജമ്മു താവിയിൽ ഒരു 10 മിനിറ്റ് കൂടെ വണ്ടി എത്താറുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് ഈ ട്രെയിനിലെ യാത്ര അവസാനിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ രാവിലെ 4 മണി കഴിഞ്ഞു. ഇത് ജലന്ധർ റെയിൽവേ സ്റ്റേഷനാണ്. കുറച്ച് പഴയ റെയിൽവേ സ്റ്റേഷനാണ് എന്ന് തോന്നുന്നു. ഇപ്പം എന്തോ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം നമ്മളെ ട്രെയിനിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിച്ചേട്ടനും പിന്നെ ബിജുചേച്ചിയൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അവർക്ക് ഇവിടെയായിരുന്നു സ്റ്റോപ്പ്. അപ്പം അവിടെ കഴിച്ചപ്പോൾ ഞാനും കഴിച്ചു. അപ്പം പഞ്ചാബിൻ്റെ ഫസ്റ്റ് സ്റ്റേഷൻ ഇതാണ്. പഞ്ചാബിൻ്റെ സ്റ്റേറ്റ് വരുമ്പോൾ ഫസ്റ്റ് ഇവിടെയാണ് വരുന്നത്. പത്താൻകോട്ട് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിനി ലാസ്റ്റ് പഞ്ചാബ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പോകണത് ജമ്മുവിലേക്കാണ്. ഇത് കത്തുവ റെയിൽവേ സ്റ്റേഷൻ, ജമ്മുവിൻ്റെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. I've got a
വീഡിയോ സ്റ്റാർട്ട് നമ്മൾ ജമ്മു താവിൽ എത്തിയിരിക്കുന്നു. ഇനി ഈ ഔട്ടർ കണ്ടുപിടിക്കണം. ഔട്ടർ കണ്ടുപിടിച്ചിട്ട് പുറത്തേക്ക് പോകണം. ഭയങ്കര ബഹളമാണ്. ഔട്ടർ എവിടെയും ചോദിച്ചിട്ട് അത് പുറത്തോട്ട് പോകണം. അതായത് ബാനിഹാൽ എന്നുള്ള സ്ഥലത്തേക്ക് ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോയിട്ട് അവിടെ നിന്ന് ശ്രീനഗറിലോട്ട് പോകാനാണ്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ജമ്മു താവിൽ നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് ബസ് കയറി വേണം പോകാൻ. നല്ല വെയിലാണ് ഇവിടെ. 31 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത്. തണുപ്പല്ല, ഇവിടെ ചൂട്. ഇത്തിരി തണുപ്പ് കിട്ടണമെങ്കിൽ നേരെ ശ്രീനഗറിൽ പോയാലേ പറ്റൂ. പിന്നെ ഉള്ളത് ഇവിടെ അടുത്താണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് വേണം ബസ് കയറി ബാനിഹിൽ പോകാം. ബാനിഹിലിൽ നിന്ന് ട്രെയിൻ കിട്ടും. ട്രെയിനിൽ കയറി ശ്രീനഗർ പോകാം. സ്ട്രൈറ്റ് ശ്രീനഗർ എത്ര രൂപയാണെന്ന് ചോദിക്കണം. എത്ര ടൈം ആവും ചോദിച്ചിട്ട് വേണം ചോദിക്കാം. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ബാനിയിൽ പോയിട്ട് ട്രെയിനിൽ പോകണമാണ് ബെറ്റർ. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വരും. സിമ്മ് വേണം. പിന്നെ ഷാളുണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് ഷാൾ വേണമെന്നും പിന്നെ കാത് ക്ലീൻ ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഒന്നിന് നിന്ന് കൊടുക്കല് ഉള്ള സമയം മൊത്തം അതിൽ പോകത്തേ ഉള്ളൂ. പിന്നെ സിമ്മ് മാക്സിമം നമ്മളെ ഹോം ടൗണിൽ നിന്ന് തന്നെ പോസ്റ്റ് പെയ്ഡ് സിം എടുത്തിട്ട് വരിക. ജിയോയും എയർടെലും പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്കാവത്തുള്ളൂ. വേറെ ഒരു സിം വർക്കാവത്തില്ല. ഇവിടെ നമ്മൾ ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കും. വെറുതെ റിസ്ക് എടുക്കണ്ട. വീട്ടിൽ ചെന്നിട്ട് പോസ്റ്റ് പെയ്ഡ് സിം വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ വരുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം.